ഇന്ന് ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് കറിയാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് കറി നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇടിയപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് അത്ര അധികം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ്. എല്ലാവരും വീട്ടിൽ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതുമാണ്. പിന്നെ ഞാനിതിൽ ഒരു വ്യത്യസ്തത കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ അതിനകത്ത് തേങ്ങയൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി അപ്പപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാൻ വരും. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയാണ്. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാൻ. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മതിയാവും. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇപ്പോൾ ചെറു ചൂടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം മതിയാവും. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ കുഴയ്ക്കണം. ചെറു ചൂടോടുകൂടി തന്നെ ഇരിക്കുന്നത്. നല്ലപോലെ കുഴച്ചിതൊരു മയം വരുത്തണം. ചൂടുണ്ട്, അതുകൊണ്ട് കുഴയ്ക്കാൻ ഇച്ചിരി പാടാം. ഇനി നമുക്കിത് ചെറു ചൂടോടുകൂടി തന്നെ സേവനാഴിയിൽ ഒഴിച്ച് പിഴിഞ്ഞ് ഇടിയപ്പമായിട്ട് ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കയ്യിലങ്ങ് കൂടുതൽ ഒട്ടിപ്പിടിക്കും. മതിയാവും, ഇത്രയും മതിയാവും. ഇനി ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കുകയും കൂടെ വേണം. ഇനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സേവനാഴിയിലേക്ക് നമ്മുടെ
മാവിട്ട് കൊടുക്കാം. ഇത് ഇഡലിത്തട്ടിൽ തന്നെ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ഇടിയപ്പത്തിന് അതിൽ തേങ്ങയൊന്നും അവരിടാറില്ല. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് പിഴിഞ്ഞ് കഴിയുമ്പോൾ അല്പം തേങ്ങ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒരു ലെയറും കൂടെ അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിക്കും. കണ്ടോ, ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി ഇത് നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ചാൽ മതി. അടുത്ത തട്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റി എടുത്താൽ മതി. സ്റ്റൗ ഓൺ ചെയ്ത് ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു തട്ട് വെച്ചു. ഇനി അടുത്ത സെറ്റാക്കി വെച്ചിരിക്കുന്ന അടുത്ത തട്ടും കൂടെ ഇതിലേക്ക് വെച്ചു. ഇനി ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ഒരു 7 മിനിറ്റൊക്കെ വേണ്ടി വരും. ഇതിനു മുമ്പ് ഞാൻ ചെയ്തപ്പോൾ 7 മിനിറ്റൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഒരു 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്നിരുന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇടിയപ്പം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. എൻ്റെ ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിലെന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും ഒന്ന് അറിയിക്കൂ. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ കാണാം. പിന്നെ ഒരു കാര്യം എപ്പോഴും പറയുന്നത്, എനിക്ക് വീണ്ടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുകയും കൂടി വേണം. താങ്ക് യു സോ മച്ച്. ബൈ.